പ്രണയസഖി ഭാഗം 35. ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ ശിവ വർണ്ണയെ വിളിച്ച് അവൾക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞതു മുതൽ വീടിൻ്റെ ഉമ്മറത്തായിട്ട് വർണ്ണ അവൻ വരുന്നതും കാത്തു നിൽക്കുകയാണ്. ശിവയുടെ കാറ് വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ വർണ്ണ മുറ്റത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്നും ആദ്യം ശിവയാണ് ഇറങ്ങിയത്. അതിന് പിന്നാലെ തന്നെ മിഥുനും ഇറങ്ങി. മിഥുനെ കണ്ടതും വർണ്ണയുടെ കണ്ണുകൾ വിടർന്നു. കാരണം കൈലാസത്തിൽ നിന്ന് തിരിച്ചു വന്നതിൽ പിന്നെ മിഥുനെ കണ്ടിട്ടില്ല. മിഥുനേട്ടാ, എത്ര നാളായി കണ്ടിട്ട്? അവനെ കണ്ടതും അവൾ ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു ഏട്ടൻ്റെ വാത്സല്യത്തോടെ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ തലയിലൂടെ ഒന്ന് തലോടി. സുഖാണോ എൻ്റെ കുട്ടിക്ക്? സുഖാണ്. മിഥുനായി സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് കാറിൻ്റെ മറ്റേ ഡോറ് തുറന്ന് ഉണ്ണി പുറത്തേക്ക് ഇറങ്ങിയത്. ഒറ്റ നോട്ടത്തിൽ അവൾക്കത് ആരാണെന്ന് മനസ്സിലായില്ല. എങ്കിലും പിന്നീട് ശിവയുടെ ഫോണിൽ കണ്ട ഫോട്ടോയൊക്കെ വെച്ച് ഓർത്തപ്പോൾ അവൾക്കത് ഉണ്ണിയാണെന്ന് എളുപ്പം മനസ്സിലാവുകയും ചെയ്തിരുന്നു. ശിവ, നിന്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നല്ലോ. വർണ്ണയുടെ അന്തിച്ചുള്ള നോട്ടവും നിൽപ്പും ഒക്കെ കണ്ടതും ഉണ്ണി ശിവയോടായി തമാശയോട് ചോദിച്ചു. ഉണ്ണിയേട്ടനല്ലേ? എനിക്കറിയാം. എന്തോ വലിയ കാര്യം പറയും പോലുള്ള അവളുടെ സംസാരം കേട്ടതും ഉണ്ണിയും മിഥുനും അടക്കം എല്ലാവരും ചിരിച്ചുപോയി. ഇതിച്ചിരി വലിയ സർപ്രൈസായി പോയിട്ടോ. ഞാൻ കരുതി ദേവേട്ടൻ എന്നെ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചതാണെന്ന്. സത്യമായിട്ടും നിങ്ങളൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. വർണ്ണ അവിടെ തന്നെ നിന്ന് വാചാലയാവുകയാണ്. അയ്യോ, ഞാൻ മറന്നു. വന്ന കാലിൽ തന്നെ നിൽക്കാതെ വാ, എല്ലാവരും അകത്തേക്ക് കയറ്. നിൽക്ക് നീ, ഇതൊന്നും അല്ല സർപ്രൈസ്. സർപ്രൈസൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ശിവ പറഞ്ഞതും വർണ്ണ അതെന്താണെന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ പിറകെയുള്ള ആംബുലൻസ് വീട്ടിലേക്ക് എത്തിയിരുന്നു. വണ്ടി വരുന്ന സ്വരം കേട്ട് അകത്തുനിന്ന് ചെറിയമ്മയും അമ്മയും അച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഇറങ്ങി വന്നു. പക്ഷേ ശിവയിലേക്കെല്ലാം നോട്ടം എത്തുന്നതിന് മുൻപേ അവരുടെ നോട്ടം ആദ്യം പോയി നിന്നത് മുറ്റത്ത് വന്നു നിർത്തിയ ആംബുലൻസിലേക്കാണ്. ആംബുലൻസിൽ നിന്നും ശിവയും മിഥുനും ഉണ്ണിയും കൂടെ സഹായിച്ച് സതീശനെയും മാധവനെയും വീൽ ചെയറിൽ പുറത്തേക്കിറങ്ങി. മാധവേട്ടാ എന്ന് വിളിച്ച് സീത അപ്പോഴേക്കും അയാളുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു. അയാളുടെ കയ്യിലും കാലിലും തലയിലും എല്ലായിടവും മുറിവാണ്. കൈയും കാലും ഒക്കെ ഒടിഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുവാണ്. എന്താ ഇത്? എന്തു പറ്റി മോനെ ശിവ? ചെറിയമ്മ അകത്തേക്ക് കയറ്, എല്ലാം പറയാം. എല്ലാവരോടുമായി പറഞ്ഞ് അവരകത്തേക്ക് കയറി. വർണ്ണ ചെറിയമ്മയെ ചേർത്ത് പിടിച്ചു. എല്ലാവരും നിശബ്ദമായി പോയി. എന്താണ് പറ്റിയതെന്നറിയാതെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. രണ്ടുപേരും വീൽ ചെയറിലിരിക്കുകയാണ്. എന്താ പറ്റിയതെന്ന് ഇനിയെങ്കിലും ഒന്ന് പറയ് ശിവ. വീണ്ടും ചെറിയമ്മ ചോദിക്കുന്നത് കേട്ടതും ശിവയും മിഥുനും ഉണ്ണിയും ഒരുമിച്ച് വന്നു നിന്നു. എല്ലാം പറയാം ഞങ്ങൾ. ഇഷ എവിടെ? അവൾ മുകളിലുണ്ട്. അവളെ ഒന്ന് വിളിക്കുവോ? ശിവ വർണ്ണയോട് പറഞ്ഞതും അവൾ മുകളിൽ പോയി ഇഷയെ വിളിച്ചുകൊണ്ട് വന്നു. കൈയും കാലും എല്ലാം ഒടിഞ്ഞ് വീൽ ചെയറിലിരിക്കുന്ന അച്ഛനെ കണ്ടതും ഇഷ ഓടി വന്ന് അയാളുടെ അടുത്തേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞു. എന്നാൽ ആ കരച്ചിൽ കണ്ടിട്ട് ശിവയ്ക്കോ മിഥുനോ ഉണ്ണിക്കോ യാതൊരു അലിവും തോന്നിയില്ല. എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇവരുടെ രണ്ടുപേരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. ശിവ ഒരു ഏറ്റുപറച്ചിൽ പോലെ എല്ലാവരോടുമായി പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും അവനെ ഞെട്ടലോടെ നോക്കി. എന്താണ് അവൻ പറഞ്ഞു വരുന്നത് എന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ ഇവരുടെ അവസ്ഥ പറയുവാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇനി ജീവിതകാലം മുഴുവൻ ഇവർ വീൽ ചെയറിലായിരിക്കും. എല്ലാവരോടുമായിട്ട് അവനുള്ള കാര്യം പറഞ്ഞതും എല്ലാവരും അവനെ ഒരുതരം ഞെട്ടലോടെ നോക്കി. അരുതാത്തതെന്തോ കേട്ടതുപോലെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞാനെല്ലാം പറയാം. അതിനു മുൻപ് ഇഷയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശിവ ഇഷയുടെ നേരെ തിരിഞ്ഞു. ഇഷ അവനെ കരയുന്ന കണ്ണുകളോടെ നോക്കി. പക്ഷേ അത് കണ്ടിട്ട് പോലും ശിവയുടെ മനസ്സൊന്നും അലിഞ്ഞില്ല. അവൻ്റെ മുഖത്ത് അപ്പോഴും പുച്ഛം തന്നെയായിരുന്നു നിറഞ്ഞു നിന്നത്. ഇത് നിന്റെ ആരാണ്? സതീശനെ ചൂണ്ടി ശിവ ചോദിച്ചതും ഇഷ അവനെ കലിയോടെ ഒന്ന് നോക്കി. നിനക്ക് എന്താ ശിവ, ഭ്രാന്താണോ? അതെൻ്റെ അച്ഛനാണെന്ന് നിനക്കറിയില്ലേ? അറിയാം. ഇത് നിന്റെ ആരാ? വീണ്ടും ശിവ മാധവനെ ചൂണ്ടിയാണ് അത് ചോദിച്ചത്. ഇതെൻ്റെ ചെറിയച്ഛൻ. സംശയമൊന്നുമില്ലാതെ അവൾ പറഞ്ഞു. ശിവ ഒന്ന് പുഞ്ചിരിച്ചു. ശരി, സമ്മതിച്ചു. ശിവ, എന്താ നീ ഉദ്ദേശിക്കുന്നത്? കുറച്ചു കഴിഞ്ഞതും മുത്തശ്ശി അല്പം രോഷത്തോടെ തന്നെ ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശി. 2 വർഷം മുൻപ് ഇവിടെ എൻ്റെ കൂടെ വന്നൊരു പെൺകുട്ടിയെ ഇവിടെ ആരും മറന്നിട്ടില്ലെന്ന് കരുതുന്നു. അവളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇഷയുടെ മുഖം ആകെ വിളറി വെളുത്തു. അവൾ സൂയിസൈഡ് ചെയ്തതും അവൾ പ്രഗ്നൻ്റ് ആയിരുന്നുവെന്നും കേസ് എൻ്റെ നേർക്കായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. അത് ചെയ്തത് ഞാനല്ലെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്കാർക്കും അതാരാണ് ചെയ്തതെന്നറിയില്ല. ശിവ അത് മുത്തശ്ശിയെയും അമ്മയെയും ചെറിയമ്മയെയും ഒക്കെ നോക്കിയാണ് പറഞ്ഞത്. പക്ഷേ അറിയാവുന്നവരുണ്ട്. അത് പറഞ്ഞ് അവൻ സതീശനെയും മാധവനെയും ഇഷയെയും ഒന്ന് നോക്കി. ഇയാളാണ് എൻ്റെ പൊന്നുവിനെ. ബാക്കി പറയാനാവാതെ ശിവ നിർത്തി.
എല്ലാവരും മാധവനെ ഞെട്ടലോടെ നോക്കി. വർണ്ണ പോലും അതിൽ ഞെട്ടിപ്പോയിരുന്നു. കാരണം സതീശനായിരിക്കും ഇതിന് പിന്നിലെന്നാണ് ശിവ പറയുമ്പോഴെല്ലാം വർണ്ണ കരുതിയിരുന്നത്. ശിവ, എന്തായി പറയുന്നത്? ആരെ എന്തും പറയാനായോ നിനക്ക്? അത് കേട്ടപ്പോൾ തന്നെ അമ്മ പൊട്ടിത്തെറിച്ചു. എന്നെ കണ്ടിട്ട് ഞാനിവിടെ തമാശ പറയുകയാണെന്ന് നമുക്ക് തോന്നിയോ? അത് ചോദിച്ചതും എല്ലാവരുടെയും വായടഞ്ഞു പോയി. ചെറിയമ്മ ഒന്നും മിണ്ടാതിരുന്ന് കരയുകയാണ്. മാധവനാണ് ഇതെല്ലാം ചെയ്തതെന്ന് നീ എന്താ ഇത്ര ഉറപ്പോടെ പറയുന്നത് ശിവ? മുത്തശ്ശി ചോദിച്ചതും ശിവയുടെ നോട്ടം അവർക്ക് നേരെ തിരിഞ്ഞു. ഇയാൾ തന്നെയാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം. അത് പറഞ്ഞ് ശിവ ലാപ്പിൽ എന്തോ ചെയ്തു. ഒടുക്കം അത് ഓപ്പൺ ആക്കിയിട്ട് അതിൽ എന്തോ ഒരു വീഡിയോ ഓണാക്കി അത് അവർക്ക് നേരെ തിരിച്ചു വെച്ച് പ്ലേ ചെയ്തു. ഇരുട്ട് മൂടിയ ഒരു മുറിയാണ്. അവിടെ അടികൊണ്ട് അവശയായ നിലയിൽ ഇരിക്കുകയാണ് മാധവനും സതീശനും. ഇരുവരും അടികൊണ്ട് ആകെ അവശ നിലയിലാണ്. വായിൽ നിന്നും ചോര ഒഴുകുന്നുണ്ട്. കവിളുകളെല്ലാം അടികൊണ്ട് വീർത്തിരിക്കുന്നു. കയ്യിലെ നഖമെല്ലാം നീക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും ചോര ഒഴുകുന്നു. ഇനി പറയ്, എന്താ ഉണ്ടായത്? വീഡിയോയിൽ നിന്നും ആദ്യം ശിവയുടെ ശബ്ദമാണ് ഉയർന്നത്. അവൻ ചോദിച്ചത് കേട്ടിട്ടും അവർ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പറയാൻ! ഇനി തല്ലല്ലേ, ഞാനെല്ലാം പറയാം. അത് പറഞ്ഞ് ഉണ്ണി വീണ്ടും മാധവനെ തല്ലാൻ കൈയോന്നിയതും അയാൾ കൈകൂപ്പി പറഞ്ഞു. ഇഷ പറഞ്ഞിട്ടാണ് ഞാനെല്ലാം ചെയ്തത്. സതീശനും അതിന് കൂട്ടുനിന്നു. അത് പറഞ്ഞ് മാധവൻ സതീശന് നേരെ കൈ ചൂണ്ടി. ഇഷയ്ക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് പൊന്നൂന്ന് പറഞ്ഞ് നിന്റെ കൂട്ടുകാരി അവിടെ വന്ന് താമസിക്കുന്നതും നിന്നോട് അടുത്തിടപഴകുന്നതും ഒന്നും അവൾക്ക് ഇഷ്ടാവുന്നില്ലായിരുന്നു. അവളാണ് എന്നോട് പറഞ്ഞത് നിന്റെ കൂട്ടുകാരി ഒന്ന് പേടിപ്പിക്കാൻ. അതിനുവേണ്ടിയാണ് ഒരു ദിവസം ഞാൻ രാത്രി അവളുടെ മുറിയിലേക്ക് കയറി ചെന്നത്. അയാളുടെ ഓർമ്മകൾ അത് പറഞ്ഞപ്പോൾ ആ രാത്രിയിലേക്ക് പോയി. ഈ ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപേ ഒരു കാര്യം പറഞ്ഞേക്കട്ടെ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഉപദ്രവങ്ങളും കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ ഈ കഥയെ കഥയായി മാത്രം കാണാൻ ശ്രമിക്കുക. ഇതിലെ കഥാപാത്രങ്ങളും ദൃശ്യങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. രാത്രി എല്ലാവരും കിടന്നുറങ്ങിയ സമയമായതുകൊണ്ട് തന്നെ ആകെ നിശബ്ദമായിരുന്നു. റൂം ലോക്ക് ചെയ്തിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷേ റൂം തുറന്നു കിടക്കുകയായിരുന്നു. ഹാൻഡിൽ പിടിച്ച് തിരിച്ചപ്പോൾ തന്നെ അത് തുറന്നു വന്നു. നോക്കുമ്പോൾ അവൾ കട്ടിലിലായി കിടക്കുന്നുണ്ട്. ആദിവാസി പെണ്ണാണെങ്കിലും വല്ലാത്തൊരു ചേല് തന്നെ. അയാൾ സ്വയം ചുണ്ടിലൊന്ന് അമർത്തി കടിച്ചു. കാമം അയാളുടെ കണ്ണുകളെ മൂടിക്കെട്ടി. ഒരു ധാവണിയാണ് അവളുടെ വേഷം. അതിൻ്റെ നേരിയതിന് പുറത്തുകൂടെ കാണുന്ന അവളുടെ വയറിലേക്ക് അയാൾ കാമത്തോടെ നോക്കി നിന്നു. ശബ്ദമുണ്ടാക്കാതെ അയാൾ വാതിൽ ചേർത്തടച്ചു. അയാളുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്നു. അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. കൈകൾ അവളുടെ വയറിലേക്ക് നീണ്ടു. വയറിലൊരു കൈ പതിഞ്ഞതും പൊന്നു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഉറക്കെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും മുൻപേ അവളുടെ വായ മാധവൻ അടച്ചു പിടിച്ചു. ഒരുപാട് കുതറി നോക്കിയെങ്കിലും അയാളുടെ കൈക്കരുത്തിന് മുന്നിൽ അവൾ തോറ്റുപോയി. കൂടുതൽ കുതറല്ലേടി. നിന്നോട് ഞാനൊരു കാര്യം പറയാൻ പെണ്ണേ. ശിവ ഞങ്ങളുടെ ഇഷയ്ക്കുള്ളതാണ്. വെറുതെ അവൻ്റെ പിന്നാലെ നടന്ന് ഇഷയെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അത് നിനക്ക് നല്ലതിനാവില്ല. മാധവൻ പറയുന്നതെല്ലാം അവൾ കേൾക്കുന്നുണ്ട്. എങ്കിലും അവൾ അയാളുടെ കയ്യിൽ നിന്നും കുതറി മാറാൻ ആവുന്നതുപോലെ ശ്രമിക്കുന്നുമുണ്ട്. അവളുടെ ആ പിടച്ചിൽ മാധവൻ വല്ലാതെ ആസ്വദിച്ചു. ഒരു കൈ ഉപയോഗിച്ച് അവളുടെ വായ പൊത്തിപ്പിടിച്ച് അയാൾ അവളെ ബെഡിലേക്ക് തന്നെ അമർത്തി. മറുകൈ അവളുടെ മുഖത്തു നിന്നും താഴേക്ക് ചലിച്ചു. ധാവണിയുടെ ഷാൾ അവളുടെ മാറിൽ നിന്നും അയാൾ അഴിച്ചു മാറ്റി. കാമം എരിയുന്ന കണ്ണുകളോടെ അയാൾ അവളുടെ ദേഹത്തേക്ക് നോക്കി. അയാളുടെ ശ്രദ്ധ മാറിയ നിമിഷം പൊന്നു അയാളുടെ അടിവയറിലായി ആഞ്ഞു ചവിട്ടി. വേദനയോടെ അയാൾ പൊന്നുവിൻ്റെ വായിൽ നിന്നും കൈ പിൻവലിച്ചു. പൊന്നു അലറി ശബ്ദം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അയാൾ അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. പക്ഷേ അടി കൊണ്ടത് അവളുടെ കഴുത്തിലായിട്ടാണ്. അടിയുടെ ആഘാതത്തിൽ പൊന്നു കട്ടിലിലേക്ക് വീണുപോയി. അവളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ബോധമില്ലാതെ കിടക്കുന്ന അവളെ കണ്ടതും മാധവന് ഭയമായി. അയാൾ അവളുടെ മൂക്കിനരികിൽ വിരൽ വെച്ച് നോക്കി. ഹാവ്, ശ്വാസമുണ്ട്, ചത്തിട്ടില്ല. ആശ്വാസത്തോടെ ഒന്ന് നെഞ്ചിൽ കൈവച്ചു അയാൾ. പക്ഷേ അയാളുടെ കണ്ണുകൾ വീണ്ടും അവളുടെ ഉടലഴകിലേക്ക് പാഞ്ഞു പോവുക തന്നെ ചെയ്തു. ചെന്നായുടെ കണക്ക് അയാൾ അവളുടെ വസ്ത്രങ്ങൾ കീറിയെറിഞ്ഞു. ഭ്രാന്തനായൊരു മൃഗം കണക്ക് അയാൾ അവളിലേക്ക് പടർന്നു കയറി. ബോധമില്ലാതിരുന്നിട്ടും അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങി. ഒടുവിൽ കാമം മുഴുവൻ ശമിച്ചതും അവൻ അവളിൽ നിന്ന് അടർന്നു മാറി. മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് അവളുടെ ദേഹത്തേക്കൊരു പുതപ്പിട്ട് കൊടുത്ത് അയാൾ മുറിക്ക് പുറത്തേക്കിറങ്ങി. അയാൾ പറഞ്ഞു കഴിഞ്ഞതും ശിവയും ഉണ്ണിയും അയാളെ മാറി മാറി പ്രഹരിച്ചു. എത്ര തല്ലിയിട്ടും മതിവരാത്തതുപോൽ ഇരുവരും രണ്ടുപേരെയും മാറി മാറി അടിച്ചുകൊണ്ടിരുന്നു. വീഡിയോ അവസാനിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞുപോയി. ഒന്നും അറിയാത്ത എൻ്റെ കുട്ടിയെ ഇവൻ! ഉണ്ണി വീണ്ടും മാധവനെ അടിക്കാൻ ഒരുങ്ങിയതും മിഥുൻ അവനെ പിടിച്ചു നിർത്തി. ഞാൻ കഴിഞ്ഞ ആഴ്ച വയനാടൊന്നും അല്ല പോയത്, മംഗലാപുരത്താണ്. ഇവരെ രണ്ടുപേരെയും പൂട്ടാൻ. ശിവ ക്രൂരത നിറഞ്ഞ മുഖത്തോടെ എല്ലാവരോടുമായി പറഞ്ഞു. പിന്നെ
ഇതെല്ലാം അറിയാവുന്ന മറ്റൊരാൾ കൂടെ ഈ വീട്ടിലുണ്ട്. ശിവ പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം വർണ്ണയുടെ നേർക്കാണ് നോക്കിയത്. അവൾക്കല്ല, എൻ്റെ അച്ഛനാണ്. ശിവ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ മോഹനെ നോക്കി. എനിക്കെല്ലാം അറിയാം. അയാളും പറഞ്ഞതും എല്ലാവർക്കും അവിശ്വസനീയത. ഈ 2 വർഷം ഞാൻ ഇതിൻ്റെ പിറകെയായിരുന്നു. അതിൽ എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ അച്ഛൻ മാത്രമായിരുന്നു. അവൻ മോഹനെ നോക്കി പറഞ്ഞു. ഞാനും അച്ഛനും തമ്മിൽ തല്ലിയപ്പോഴും ഇയാൾ ഉള്ളിൽ സന്തോഷിക്കുമായിരുന്നു. ശിവ മാധവനെ അരിശത്തോടെ നോക്കി. അതിൻ്റെ കാരണം ഞാൻ പറയണോ അതോ ചെറിയമ്മ പറയുന്നോ? അവൻ ചെറിയമ്മയുടെ നേർക്ക് തിരിഞ്ഞു. അവരവനെ ഞെട്ടലോടെ നോക്കി. തനിക്കറിയാവുന്ന സത്യം അത് ശിവ മനസ്സിലാക്കിയെന്നുള്ളത് അവരൊന്നാകെ ഞെട്ടിപ്പോയിരുന്നു. അവൻ അവരുടെ മുന്നിൽ വന്നു നിന്നു. ഇത്രയും വർഷം അനുഭവിച്ചില്ലേ ചെറിയമ്മേ, ഇനി എന്തിനാ ഇങ്ങനെ ഇയാളുടെ അടിമയായിട്ട്? അവൻ ഇടർന്ന ശബ്ദത്തിൽ അത്രയും വിങ്ങുന്ന ഹൃദയത്തോടെ ചെറിയമ്മയോട് ചോദിച്ചു പോയി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.